ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന എലിയുടെയും തുരപ്പൻ്റെയും ഒക്കെ ശല്യം ഒഴിവാക്കാം എന്നതാണ് കേട്ടോ. അപ്പം അതിനായി ഞാനിതാ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു 3-4 അള്ളി നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. ഈ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കുത്തി ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടതെന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല അടുപ്പത്ത് നിന്ന് ഇപ്പോൾ നല്ല തിളച്ച വെള്ളം ഞാൻ എടുത്തതാണ്. ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് കുറച്ച് പാൽക്കായം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാൽക്കായം വീട്ടിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇല്ലാത്തവർ പാറ്റഗുളികയോ അതിലെന്തെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായി ഒന്ന് ഈ ഒരു വെള്ളുള്ളിയുടെ ഒരു എസൻസ്, അതുപോലെ തന്നെ കല്ലുപ്പിൻ്റെ ആ ഒരു എസൻസ് ഒക്കെ നന്നായി ഒന്ന് ഇതിൽ ലയിക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഏകദേശം അപ്പോൾ അത് ഏകദേശം നന്നായി ഇതൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണ് ഇതുപോലെ 10 രൂപേൻ്റെ ഏതെങ്കിലും ബോട്ടിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൂടിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കലാണ്. ഈ ഹോൾസ് ഇടാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പപ്പടക്കോല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്യാസിൽ അടുപ്പ് വെച്ച് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഹോളായി കിട്ടും കേട്ടോ. 1-2 ഹോള് ആവശ്യമുള്ളവർക്ക് അതുപോലെ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്കത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ആ വെളുത്തുള്ളി അടക്കം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് വെക്കുന്തോറും നമുക്ക് ആ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് നമുക്കൊരു 2-3 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എവിടെയാണ് എലി ശല്യം അതുപോലെ തുരപ്പൻ്റെ ശല്യമൊക്കെ കൂടുതലായിട്ടുള്ളത് അവിടെ അപ്പം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂടുതലായിട്ടും എലിയുടെയും തുരപ്പൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകും. അതുപോലെ വേസ്റ്റ് ഒക്കെ ഇടുന്ന ആ സ്ഥലങ്ങളിലായിരിക്കും ഇതുപോലെ ഇതുപോലെ കുഴിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ആ കുഴികളിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു മാളൊക്കെ കാണാറുണ്ട്, അതിലൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കല്ലിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ പാമ്പിന് നല്ല എഫക്റ്റ് ആട്ടോ. പാൽക്കായം കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ പാമ്പിന് നല്ല എഫക്റ്റാണ്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ചെറുപ്പം മാന്തി ഇട്ടതാണ്, നല്ല ഇതുപോലെ ആയിട്ടുള്ളത്. ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.